രാവിലെ മുതലുണ്ട് ഉമ്മ ഇങ്ങനെ പറയുന്ന അടുക്കള ഭാഗത്തൊക്കെ നന്നായിട്ട് പുല്ലിങ്ങനെ പൊന്തിക്ക് എനിക്ക് ഒരു പണിയില്ലെങ്കിൽ അതെങ്കിലും ഒന്ന് ഇതായി കൊടുത്തൂടെ എന്ന്. അതെങ്കിലും ഇതായി കൊടുത്തിടുന്നത് മൂപ്പർ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പുല്ലെല്ലാം ഒന്ന് പറിച്ച് സെറ്റായിക്കൂടെ. അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഓൽക്ക് ഒരു സൂപ്പർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കട്ടോ. ഇതേമാതിരി ആരും പറിച്ചിട്ടുണ്ടാവില്ലല്ലോ. അന്നേരം ഉണ്ടാകുന്ന ഒരു ഷൂഷു വിളിക്കുന്നത് അതാരാന്നല്ലേ, നമ്മളെ അടുത്ത വീട്ടിൽ തന്നെയുള്ള റസ്ലയാണ് നമ്മളെ വിളിച്ച ഷൂഷു. അങ്ങനെ റസ്ലാനോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഒരിക്കലും നമ്മളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല ഞാൻ ശല്യം ചെയ്യില്ല നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെന്താക്കാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കൊത്തി ഒരു ബൈക്കായി കിട്ടോ. ആ ബൈക്കിൽ നമ്മളെ പെങ്ങളെ കുട്ടികളൊക്കെ എന്തുണ്ട് ആടുന്ന് നന്നായിട്ട് പണിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്താക്കാണ് ആ കൊട്ടയിൽ നിറച്ച് കോരി വെക്കുകയും ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. അപ്പുറത്തെ കണ്ടത്തിലിടാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെന്താക്കുന്നത്, അപ്പുറത്തേക്ക് ഇടാമെന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. എൻ്റെ മക്കളെ നിങ്ങളാരും എന്താക്കരുത്, സിമ്പിളായിട്ട് കണ്ടാൽ മതി. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നതിനെക്കാട്ടി നല്ല വീട്ടിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ എന്താക്കുക നന്നായിട്ട് ഇങ്ങനെ മുറിച്ച് കൊത്തി പണിയാക്കുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി തന്നെ. അന്നേരം എനിക്കൊരു കാര്യം ആലോചനയിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിനും വേണ്ടിയിട്ട് പല പ്രാവശ്യം വിളിച്ചിട്ടോ കിട്ടിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, അതേമാതിരിയാണ് ഇന്നത്തെ എൻ്റെ പണി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ എന്തുണ്ട് കഥയൊക്കെ പറിച്ച് നമ്മളെ അല്ലോ വാത്തിമണ്ടാടെ ഇങ്ങനെ നിന്നിട്ട് മുഖം ഇങ്ങനെ തുടയ്ക്കുന്നുട്ടോ. ആ നിങ്ങൾ കാര്യമാക്കി എടുക്കൊന്നും വേണ്ട. ഞാൻ അപ്പുറത്തേക്ക് ഇട്ടതിന് ശേഷം അവിടുന്ന് ആദ്യം എന്താക്കുമെന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് കൊണ്ടിടും. ആദ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ കഥ പറയുന്നതിനോട്ട് ഞാൻ നോക്കുന്ന സമയത്തുണ്ട് ഇവിടുന്ന് റെസ്ലേ ഓനും കൂടിയും കുത്തിരുന്ന ലോക കഥ. രണ്ടെണ്ണത്തിനെ ഞാൻ അടിച്ചു ഓടിച്ചില്ല കണ്ടോ. ഇവിടെ നിന്നിട്ട് ഭയങ്കര കഥ പറച്ചല. ഞാൻ പറഞ്ഞു 2 എണ്ണം പൊക്കൊന്നും പറഞ്ഞിട്ട് 2 എണ്ണത്തിനെ അടിച്ചും ഓടിച്ച് ഓൻ ചിരിച്ചുകൊണ്ട് ഓടുകയും ചെയ്തിട്ടോ. പിന്നെ എൻ്റെ ബേക്കിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു നീ അങ്ങോട്ടൊക്കെ വിട്ടോ ഞാൻ ഇവിടെ കുത്തിക്കോളൂ. ഞാൻ കുത്തുന്നതിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് മൂപ്പർ അടുത്ത് കുത്തുന്നുണ്ട് കേട്ടോ. അന്നേരം തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകൊണ്ട് എനിക്ക് വെള്ളത്തിന് നന്നായിട്ട് ദാഹിക്കുന്നതെന്ന്. സ്വന്തം വീട്ടിൽ നിന്ന് വെള്ളം കിട്ടിക്കില്ലെങ്കിലും അടുത്തുള്ള വീട്ടിൽ നിന്ന് വെള്ളം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും. അതായത് നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ അയൽവാസികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അയൽവാസികൾ അത്ര അടിപൊളിയിൽ വെള്ളമൊക്കെ കലക്കിയിട്ട് തന്നിട്ട് ഓനെ ആദ്യം കൊണ്ടു കൊടുത്ത്. ഓനെന്തേരം പറഞ്ഞ് ഇത് ഉപ്പല്ലേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉപ്പല്ല മോനെ ഇത് ഉപ്പാണ്. അങ്ങനെ ഉപ്പയും കൂടിയും പറഞ്ഞ് ഞാൻ ആ വെള്ളം നന്നായിട്ട് ആട് കുടിക്കുന്നതിനായിട്ട് കുടിച്ചങ്ങ് തീർത്ത് കിട്ടും. എന്താ വെച്ചാൽ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി തണുത്ത ഉപ്പിട്ട നാരങ്ങൊക്കെ പിഴിഞ്ഞിട്ടുള്ള ഒരു കിടിലം വെള്ളം തന്നെ കേട്ടോ. അത് കുടിക്കാൻ ചെയ്തിട്ട് ഗ്ലാസ് തിരിച്ചു വേണമെന്ന് ആരാ പറയുന്നത്, ഈ ഗ്ലാസിൻ്റെ ഉടമ പറഞ്ഞതിന് ശേഷം ഗ്ലാസ് തിരിച്ച് ഞാനും കൊടുത്ത്. സോറി കൈപ്പട്ട. അങ്ങനെ നമ്മളെ പണി ഇന്നത്തെ വർക്ക് ഇതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കൾ ഇവിടുന്ന് എന്താക്കുന്നുണ്ട് ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ട. കൃതുവും ഫാത്തിമയും ഒക്കെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തട്ടുമോളെ അത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പുല്ലൊക്കെ പറിച്ചിട്ട് രാവിലെ 11 മണി മുതൽ 5:30 വരെയാണ് എന്തൊക്കെയാണ് നമ്മൾ പണിയെടുത്തിട്ടോ. കഷ്ടപ്പെട്ടതൊക്കെ ഇതെല്ലാം നമ്മൾ കൊത്തി ഇന്ന് ലെവലാക്കി വെച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്താക്കുക കമൻറ്റും കാര്യങ്ങളൊക്കെ വിടുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മനസ്സിലാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. Wow.